അനുഭവം സുഖമായിട്ടിരിക്കുന്നു. കേരളം ഒരു ചരിത്രപരമായ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണല്ലോ. ഒരു 10 വർഷത്തെ ഒരു ഭരണത്തിന് ശേഷം ഇടതുമുന്നണി ജനവിധി തേടുമ്പോൾ ഒരു ഏറ്റവും വലിയൊരു മുന്നേറ്റം നടത്താനായിട്ട് NDAയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനെ നേടുമ്പോൾ അതിൻ്റെ മുന്നിൽ നിന്ന് നയിക്കുന്ന കൂട്ടത്തിലാണല്ലോ ബ്രദറൊക്കെ. ഇപ്പോൾ തിരുവല്ല മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി എന്ന നിലയിൽ അവസാന സമയം തിരുവല്ലയുടെ ജനങ്ങളുടെ ഒരു ഫീഡ്ബാക്കുകളും ഇത്രയും കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിലും പൊതുജീവിതത്തിലും എന്തൊക്കെ സ്വപ്നങ്ങളായിട്ടാണ് തിരുവല്ലയിലേക്ക് ജനവിധി തേടാനായിട്ട് ഇപ്പോൾ ഇറങ്ങുന്നത്? വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ തിരഞ്ഞെടുപ്പ് നേടുന്നത്. കാരണം തിരുവല്ലയിൽ ഞാൻ തുടങ്ങുന്ന സമയം മുതൽ തന്നെ തിരുവല്ലയ്ക്ക് വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പദ്ധതി എൻ്റെ മനസ്സിൽ രൂപക്കൊണ്ടുവന്നു. ഇതുമാത്രമല്ല, ഞാൻ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഒട്ടേറെ പേരെ നേരിൽ പോയി കണ്ടു, ഒട്ടേറെ പേരുമായി ഫോണിൽ സംസാരിച്ചു, ഒട്ടേറെ വികസന സദസ്സുകൾ നടത്തി. അങ്ങനെ ആളുകൾക്ക് എന്താണ് തിരുവല്ല വേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ എനിക്ക് കിട്ടി. അത് അങ്ങ് നിരണം മുതൽ അങ്ങ് ആനിക്കാട് വരെ ഓരോ പഞ്ചായത്തുകളിലും ഓരോ ഭാഗത്തിനും ഓരോ ആവശ്യങ്ങളാണ്. ഓരോ മനുഷ്യർക്കും വ്യത്യസ്തമായ ആവശ്യങ്ങളാണ്. അതെന്തൊക്കെയാണെന്ന് കൃത്യമായൊരു ബോധ്യം എനിക്കുണ്ട്. ആ കാര്യങ്ങൾ നിറവേറ്റുക എന്നുള്ളൊരു വലിയ പദ്ധതിയുമായിട്ടാണ് ഞാനിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഈ പറയുന്ന ആശയങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഒരു ഡബിൾ എൻജിൻ മാസ്റ്റർ പ്ലാൻ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്, തിരുവല്ല എങ്ങനെ മാറണം എന്നുള്ളത്. തിരുവല്ല ഈ തെരഞ്ഞെടുപ്പിൽ മെയിനായിട്ട് 2 കാര്യങ്ങളാണ് മുഖ്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ കേന്ദ്രബിന്ദു. ഒന്ന്, 20 വർഷമായി ഒരേ മുഖം തന്നെ അവർ കണ്ടുകൊണ്ടിരിക്കുന്നു. അവർ ഉദ്ദേശിച്ച വികസനം അവിടെ നിന്ന് വന്നിട്ടുമില്ല. അപ്പം ഒരു മാറ്റം ആത്മാർത്ഥമായിട്ട് തിരുവല്ല ആഗ്രഹിക്കുന്നു. അതാണ് ഒന്ന്. 2, അങ്ങനെ മാറുവാണെങ്കിൽ എങ്ങനെ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നെ നേരിട്ട് വന്നിട്ട് ഒരു പിന്തുണ നൽകിക്കൊണ്ട്, തിരുവല്ലയ്ക്ക് ഒരു പിന്തുണ നൽകിക്കൊണ്ട് ഞാനുണ്ട് ആ തിരുവല്ലയെ മാറ്റാനെന്ന് പ്രധാനമന്ത്രി എന്നെ നേരിട്ട് പറയുമ്പോൾ തിരുവല്ലക്കാർക്ക് കൃത്യമായി അടുത്ത 2ാമത്തെ കേന്ദ്രബിന്ദുവായി മനസ്സിലായിരിക്കുന്നത് മാറ്റം വേണം. ഒപ്പം മാറ്റം നരേന്ദ്രമോദിയിലൂടെ, അനൂപ് ആന്റണിയിലൂടെ, NDAയിലൂടെ ആ ഒരു ഇതുകൂടി കേരളത്തിലെ ഇവിടെ തിരുവല്ല ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. ഇപ്പോൾ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അവർ എനിക്ക് അനുകൂലമായി വിധി എഴുതി തിരുവല്ലയിൽ ഒരു നല്ല റിസൾട്ട് ഉണ്ടാക്കിയതിന് ശേഷം തിരുവല്ലയ്ക്ക് വേണ്ടി നേരത്തെ പറഞ്ഞ ഞാൻ മനസ്സിൽ കരുതിയിരിക്കുന്ന ഒരു കാര്യപദ്ധതി, ആ ഒരു പ്ലാൻ, അത് എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങണമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയുടെ ഒരു സന്ദർശനം ഒരു വലിയ ഒരു പ്രഖ്യാപനമായിരുന്നു, തിരുവല്ലയെക്കുറിച്ചുള്ള ഒരു കരുതൽ. അപ്പം ആ കരുതലിൽ മുന്നോട്ട് നയിക്കുമ്പോൾ തിരുവല്ലയ്ക്ക് ഒത്തിരി ഇപ്പം പറഞ്ഞ മാസ്റ്റർ പ്ലാനിനകത്ത് തന്നെ ഉണ്ട് നമ്മുടെ ഒരു സ്റ്റേഡിയം ആയിക്കോട്ടെ, അതേപോലെ ഗ്രാമീണ വികസനങ്ങൾ, ആത്മീയ കേന്ദ്രങ്ങളുടെ ഒരു പ്രഭവ കേന്ദ്രവും കൂടെ തിരുവല്ല, പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ല. അപ്പം എന്നാൽ പോലും നമ്മുടെ ഒരു റെയിൽവേ സ്റ്റേഷൻ ആയിക്കോട്ടെ, ഗതാഗത സൗകര്യങ്ങളെ, അതേപോലെ തൊഴിൽ മേഖല, NRI ബെൽറ്റുള്ളൊരു ഏറ്റവും വലിയ കേരളത്തിൻ്റെ ഒരു ഏറ്റവും കൂടുതൽ എക്കണോമിക്കൽ സോഴ്സ് ഉള്ളതാണ്. അവരൊക്കെ വിദേശത്താണ്. പക്ഷെ അതൊന്നും ഇപ്പോൾ എന്താ പറയുക പോലെ തിരുവല്ലയുടെ ഒരു വികസനത്തിന് റിഫ്ലക്ഷൻ വന്നിട്ടില്ല. അതുപോലെ ആശുപത്രികളുടെ കാര്യം, ഗ്രാമീണ മേഖലയിലായിക്കോട്ടെ, ഇവിടുത്തെ ആശുപത്രികളുടെയൊക്കെ ആയിക്കോട്ടെ. അപ്പം അതിൻ്റെയൊക്കെ ഒരു നവീകരണം, അതേപോലെ തൊഴിൽ, യുവാക്കൾ ഇന്ന് ഒത്തിരി ബ്രെയിൻ ഡ്രെയിനുകൾ നടക്കുന്നൊരു ഇതാണ്. അപ്പം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ഈ പദ്ധതിയിൽ എന്തൊക്കെയാണ് അപ്പം ഇനിഷ്യേറ്റീവായിട്ട് ആദ്യത്തെ ഒരു 100 ദിവസം അല്ലെങ്കിൽ വിജയിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജനവിധി തരുവാണെങ്കിൽ ഉള്ളൊരു പാക്കേജായിട്ട് മനസ്സിലാക്കാം? ആദ്യമേ ഇപ്പം എൻ്റെ അടുത്ത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു മല്ലപ്പള്ളിയിലുള്ള ഒരു NRI കപ്പിൾ, ഒരു പ്രവാസികൾ, അവർ ഒരു 25-30 വർഷം അമേരിക്കയിലോ മറ്റോ ആയിരുന്നു, തിരിച്ചു വന്നു. എന്നിട്ട് അവർ എന്നോട് പറഞ്ഞൊരു കാര്യം അതിൻ്റെ മനസ്സിൽ ആദ്യം മുതലേ സ്ട്രൈക്ക് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. അവർ പറയുന്നത്, ഈ തിരുവല്ലയിൽ അവർ 20 വർഷം മുമ്പ് പോയപ്പോൾ തിരുവല്ല എങ്ങനെയാണോ കിടന്നത് അതേപടി തന്നെയാണ് തിരിച്ചു വന്നപ്പോഴും കാണുന്നത് എന്ന് വളരെ വിഷമത്തോടുകൂടി പറഞ്ഞു. യാതൊരു മാറ്റവുമില്ല. ഈ ഇത്രയും 20-30 വർഷത്തിൽ തിരുവല്ല എങ്ങനെയായിരുന്നു മുമ്പുണ്ടായിരുന്നത് അതേപടി തന്നെ ഇപ്പോഴും കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ തിരുവല്ലയിൽ ഏറ്റവും വലിയൊരു സമഗ്രമായ മാറ്റമാണ് നമുക്ക് വേണ്ടത്. ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഈ ഒരു 100 ദിവസത്തിൽ തന്നെ ഞാൻ എൻ്റെ പ്ലാനിൽ പറഞ്ഞിട്ടുള്ളതിനകത്ത് പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളുടെ വർക്ക് തുടങ്ങും. ഉദാഹരണത്തിന് ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞ 1-2 കാര്യങ്ങൾ, തിരുവല്ല ടൗണ്, മല്ലപ്പള്ളി ടൗണ്, ആ ടൗണുകളൊക്കെ നവീകരിക്കാൻ ഒരു മാസ്റ്റർ പ്ലാനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് നല്ലൊരു അർബൻ പ്ലാനറെ, നഗരാസൂത്രണം നടത്തുന്ന എക്സ്പെർട്ടുകളുണ്ട്. ഇന്ത്യയുടെ ഏത് ഭാഗത്തു നിന്നാണെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് ഈ അടുത്തൊരു ജയിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു 100 ദിവസത്തിനുള്ളിൽ അവരെ കൊണ്ടൊരു നല്ല പ്ലാൻ തയ്യാറാക്കിക്കും. എങ്ങനെയാണ് ഈ പുതിയ തിരുവല്ല നഗരം ഇരിക്കേണ്ടത്, എങ്ങനെയാണ് പുതിയ മല്ലപ്പള്ളി ടൗൺ ഇരിക്കേണ്ടത്, ആ പ്ലാൻ വെച്ചായിരിക്കും മുമ്പോട്ട് പോകുന്നത്. ഒന്നാമത്തെ കാര്യം. 2, ഞാൻ വാഗ്ദാനം നൽകിയ ഒരു കാര്യം, മിനിമം 5000 ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു വലിയ സംരംഭങ്ങൾ കൊണ്ടുവരുന്നതാണ് പറഞ്ഞത്. അതിൻ്റെ ഹോംവർക്ക് സ്റ്റാർട്ട് ചെയ്യും.
ഒരു നല്ല എന്താ പറയുക, ഒരു എൻ്റെ മനസ്സിലുള്ളത് ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ തന്നെ ഒരു അസംബ്ലി യൂണിറ്റോ മാനുഫാക്ചറിങ് യൂണിറ്റോ ഫുഡ് പ്രോസസ്സിംഗ് പാർക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഇവിടെ വരണമെന്നാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ഹോംവർക്ക് ഞാൻ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ 3 റെയിൽവേ സ്റ്റേഷൻ വികസനവുമായി ബന്ധപ്പെട്ട് ഞാൻ ഓൾറെഡി കുറേ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫോളോ അപ്പ് ചെയ്തിട്ട് റെയിൽവേ സ്റ്റേഷൻ വികസനം ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകണം. പിന്നെ ഈ തിരുവല്ലയിൽ നിന്ന് മല്ലപ്പള്ളിക്ക് പോകുന്ന റോഡ്, ആ റോഡ് സത്യം പറഞ്ഞാൽ ലാൻഡ് അക്വിസിഷൻ കാരണമാണ് കുറേ കാലങ്ങളായിട്ട് മുടങ്ങി കിടക്കുന്നത്. ആ ലാൻഡ് അക്വിസിഷൻ്റെ പ്രോസസ്സ് തീർത്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് നമുക്ക് ഇങ്ങനെ പണി തീർത്താൻ പറ്റും. അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ അതിലേക്ക് എല്ലാം കിടക്കും. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. 100 ദിവസം ചെയ്യാനുള്ള ഒരു കർമ്മ പദ്ധതി എൻ്റെ മനസ്സിൽ ഓൾറെഡി ഉണ്ട്. തീർച്ചയായിട്ടും ജയിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്തു തുടങ്ങും. അപ്പം അനൂപ് എന്ന ഒരു വിഷണറിയെ തിരുവല്ല ജനം കണ്ടു. അപ്പം ഞാൻ പേഴ്സണലായിട്ട് ചോദിക്കുന്ന അനൂപ് എന്ന വ്യക്തിയെ വളരെ കുറച്ച് പേർക്കേ അറിയത്തുള്ളൂ. അപ്പം എങ്ങനെയായിരുന്നു ഈ ബാല്യകാലവും ഈ രാഷ്ട്രീയത്തിലേക്കുള്ള വരവും, എങ്ങനെയാണ് ഈ ഇന്ത്യയിലേക്ക് വരാനുള്ളൊരു സ്വാധീനവും ഈ ഇത്രയും വലിയൊരു ജീവിതത്തിൽ ഈ കുറഞ്ഞ നാളുകളിൽ തന്നെ ഇത്രയും പദവികളിലേക്കൊക്കെ നടന്നു കയറാൻ സഹായിച്ചത്? ദൈവകൃപയാണ്, പിന്നെ മാതാപിതാക്കളുടെ അനുഗ്രഹവും. കാരണം ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ ഈ ഒരു ഐഡിയോളജിയിൽ ദേശീയത, നാഷണലിസം, ഇന്ത്യ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റെന്തും എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് അത് എന്നെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ ഇതിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നാഷണലിസം മുറുകെ പിടിച്ചുകൊണ്ടാണ് ഞാൻ കോളേജ് സമയത്തും ഒക്കെ പ്രവർത്തിച്ചത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഒരു നാഷണലിസ്റ്റിന്, ഒരു സ്ട്രോങ് നാഷണലിസ്റ്റിന് പോയി ചെല്ലാൻ പറ്റുക ഈ ഒരു ഐഡിയോളജിയിൽ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കോളേജ് സമയം മുതൽ ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങി. കോളേജ് മുതൽ തന്നെ ഞാൻ എന്താ പറയുക, ആക്ടിവിസം തുടങ്ങി തന്നെ ഇവിടെ നിന്നാണെങ്കിലും, പക്ഷെ പിന്നീട് ഉടനെ ഞാൻ ഡൽഹിക്ക് പോയി. കുറേ വർഷം ഡൽഹിയിൽ പ്രവർത്തിച്ചു. JNU, ഡൽഹി യൂണിവേഴ്സിറ്റിയൊക്കെ ബേസ് ചെയ്ത് ഒത്തിരി വിദ്യാർത്ഥികളുടെ പ്രവർത്തിച്ചു. പിന്നീട് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാ അജിത് ദോവൽജിയുടെ കീഴിൽ വിവേകാനന്ദ ഫൗണ്ടേഷനിൽ വർക്ക് ചെയ്തു. പിന്നെ ദേശീയ പൊളിറ്റിക്സിൽ വന്നു, യുവമോർച്ചയുടെ അഖിലേന്ത്യാ സെക്രട്ടറി, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. പക്ഷേ ആദ്യം മുതൽ തന്നെ ഒരു കാര്യത്തിൽ ഞാൻ അടിയുറച്ച് നിൽക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ഞാനൊരു നാഷണലിസ്റ്റാണ്. ആ നാഷണലിസ്റ്റിനപ്പുറത്തേക്ക് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റെന്തും. അപ്പോൾ ആ ഒരു ഐഡിയോളജി ആണ് എന്നെ ഡ്രൈവ് ചെയ്ത് ഇവിടം വരെ എത്തിച്ചത്. പിന്നെ എനിക്ക് എൻ്റെ പ്രസ്ഥാനം എനിക്ക് ഒത്തിരി അവസരം തന്നു. ചെറുപ്രായത്തിൽ തന്നെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ അവസരം തന്നു. ഇപ്പോഴാണെങ്കിലും പ്രധാനമന്ത്രി എൻ്റെ ഒരു എൻഡോഴ്സ്മെൻറ്റ് തരിക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് മഹാഭാഗ്യമാണ്. അപ്പോൾ അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിക്കാൻ അദ്ദേഹം എന്നെ തിരഞ്ഞെടുത്തു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വലിയൊരു മഹാഭാഗ്യമാണ്. പിന്നെ ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയി, ഏറ്റവും പ്രായം കുറഞ്ഞ ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ അങ്ങനെയുള്ളതെല്ലാം പാർട്ടി എനിക്കൊരു വലിയ അവസരങ്ങളാണ് തരുന്നത്. അത് എൻ്റെ കഴിവനുസരിച്ച് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്, നടക്കാറുണ്ടെന്നാണ് എൻ്റെ പ്രതീക്ഷ. പൊതുപ്രവർത്തനം എന്ന നിലയിൽ നിന്ന് ഇഷ്ടപ്പെട്ട ഹോബീസ് അങ്ങനെയൊക്കെ എങ്ങനെയാണ്? വീട്ടിലേക്കൊക്കെ വരുമ്പം പുസ്തകങ്ങൾ വായിക്കും, ഡോക്യുമെൻ്ററീസ് കാണും, ഫിലിംസ്, നല്ല വെബ് സീരീസ് ഒക്കെ ഉണ്ട്, അത് കാണും. പിന്നെ യാത്ര ഒത്തിരി ഉണ്ട്. അങ്ങനെ ഹോബീസ് പറയാൻ പുസ്തകങ്ങൾ വായനയും ഇങ്ങനെയുള്ള ഡോക്യുമെൻ്ററീസ് കാണലും ഒക്കെയാണ് കൂടുതൽ സമയം കിട്ടാറ് വളരെ കുറവാണ്. പുസ്തകങ്ങൾ ഞാൻ ഈ ഫ്ലൈറ്റിലൊക്കെ ഇരുന്ന് വായിച്ചു തീർക്കാൻ ശ്രമിക്കാറുണ്ട്. ഇഷ്ടപ്പെട്ട ഒരു മനസ്സിൽ തട്ടിയ ഒരു പുസ്തകത്തിൻ്റെ പേര് പറയാം? ഒട്ടേറെ പുസ്തകങ്ങളുണ്ട്, പക്ഷേ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകങ്ങൾ സ്വാമി വിവേകാനന്ദൻ്റെ കംപ്ലീറ്റ് വർക്ക്സ് തന്നെയാണ്. ഞാൻ സ്വാമി വിവേകാനന്ദത്തിലാണ്, അതാണ് വായിച്ച് അതിൽ തന്നെയാണ് ഞാൻ ഐഡിയോളജിയുമായിട്ടാണ് മുമ്പോട്ട് പോയത്. അപ്പം അടിപൊളി ഒരു നല്ലൊരു വർഷവും അതേപോലെ നല്ലൊരു റിസൾട്ടും താങ്ക് യു തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു. സർവശക്തൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും. താങ്ക് യു.